കേന്ദ്രത്തിൽ ഭരിച്ച 2 മന്ത്രിമാരെയും തിരുവനന്തപുരം ജില്ലയിൽ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് പാർലമെന്റിൽ നാം വിജയിച്ചു. 18 സീറ്റിൽ വിജയിച്ചു. ഒരു കല്ല് കടിയുണ്ടായി എന്ന് വേണമെങ്കിൽ തൃശ്ശൂരിനെ കുറിച്ച് പറയാമെങ്കിലും പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ കല്ലൊക്കെ ആളുകൾ എപ്പോഴേ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ആ കടിച്ച കല്ലൊന്നും ഇപ്പൊ ആരുടെയും വായിലില്ല. അവിടെ വിജയിച്ച BJPയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം വിളിച്ചു പറയുന്നു, ഇപ്പോഴത്തെ അവിടുത്തെ MP, ഇപ്പോഴത്തെ മന്ത്രി എന്തൊക്കെയാണ് പറയുന്നത് എന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. വീണ്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും എന്താണ് സംഭവിച്ചത്? യാദൃച്ഛികമായാണ് ആ തെരഞ്ഞെടുപ്പ് വന്നത്. അവിടെയും 11,000 വോട്ടിന് ആര്യാടൻ മുഹമ്മദിന്റെ പ്രിയപുത്രൻ ജൂനിയർ ആര്യാടൻ അവിടെ വിജയിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കിടന്നത്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ പാർലമെന്റിൽ ജയിക്കും, നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കും, പക്ഷെ പഞ്ചായത്തിൽ ഒരിക്കലും നിങ്ങൾ ജയിക്കില്ല. മുനിസിപ്പൽ കോർപ്പറേഷനിൽ ജയിച്ചാലും, നിങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചാലും കോർപ്പറേഷനിൽ ജയിക്കില്ല. പക്ഷെ എന്താണ് സയ്യിദന്മാരെ റിസൾട്ട്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 525 പഞ്ചായത്തിൽ വെറും 943 പഞ്ചായത്തുള്ളതിൽ 525 പഞ്ചായത്തിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയ പതാക പാറി പറക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ തൃക്കാക്കരയിൽ നിന്ന് നാം തുടങ്ങിയ തേരോട്ടം പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിലേക്ക് എത്തിയപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ ഏതാണ്ട് മഴ പെയ്ത് വൃത്തികേടുകൾ മാഞ്ഞു പോകുന്നത് പോലെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെയും നീക്കം ചെയ്തുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുത്തപ്പോൾ തിരുവനന്തപുരത്ത് പോലും ഐക്യജനാധിപത്യ മുന്നണി അതിൻ്റെ നില ഇരട്ടിയാക്കി മെച്ചപ്പെടുത്തിയപ്പോൾ അവിടെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായി. എങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ 55-ൽ നിന്നും 29 കുറഞ്ഞു. അവിടെയും പുതിയ കടമകൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കൊരിക്കലും പൂർണ്ണമായി വിശ്രമിക്കാൻ കഴിയുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ VD സതീശന്റെ ഭാഷയിൽ ഒരു ടീം UDF ആയി പ്രവർത്തിച്ചപ്പോൾ CPM-ന്റെ കൊമ്പും തുമ്പിക്കൈയുമെല്ലാം ഒടിഞ്ഞ് താഴെ വീണിരിക്കുകയാണ്. ഇന്നത്തെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒരു പഴുത്ത ഇല പോലെ അതിൻ്റെ പതനം കാത്തിരിക്കുകയാണ്. ആ പതനത്തിൻ്റെ അന്ത്യമായിട്ടുള്ള പോരാട്ടം നമ്മൾ തുടങ്ങുകയാണ് ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് വളരെ ആശ്വാസത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ധൈര്യത്തോടുകൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നേരിടാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിലും ഗണ്യമായ മാറ്റമുണ്ടായി. 921 അല്ല, 926. 2024 ക്ഷമിക്കണം, 2021 അല്ല, 2026. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാം പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി അദ്ദേഹം 100 സീറ്റും വാങ്ങിച്ച് ഇന്ത്യയുടെ പ്രഖ്യാപിത പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹവും നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്കയും എണീറ്റു നിന്നാൽ ആ പാർലമെന്റിൽ പ്രസംഗിക്കാനുള്ള ധൈര്യം പോലും നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കില്ല എന്നാണ് ഇന്നലെ പാർലമെന്റിൽ തെളിയിച്ചത്. ആ യോഗം കഴിഞ്ഞാണ് ഇപ്പോൾ പാർലമെന്റ് മെമ്പർമാർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകണം. ചില ആളുകൾ പറയുന്നുണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരേണ്ടത് UDF-ന്റെ ആവശ്യമാണ്. തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ ഇത് UDF-ന്റെ മാത്രം ആവശ്യമാണോ? അത് രാഷ്ട്രീയമായ ആവശ്യമാണ്. ഒരു ജനതയുടെ ആവശ്യമാണ് UDF ഗവൺമെന്റ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പുറത്തു പോവുക എന്നത് മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിലെ കൃഷിക്കാർക്ക്,
കേരളത്തിലെ സാധാരണ കച്ചവടക്കാർക്ക്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, സഹകാരികൾക്ക് എന്നു വേണ്ട കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള ജനങ്ങൾക്ക് നടുനിവർത്തി ഉയർന്നെഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളം ഭരിക്കണം. കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത കർഷകർ, പണി കിട്ടാത്തതുകൊണ്ട് കോളേജിൽ പോലും ചേരാത്ത കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം, ഇനിയും പണം കിട്ടാത്ത നെൽകർഷകർ. ഇന്ന് ഞാൻ വരുമ്പോൾ ഒരാൾ എന്നെ വിളിച്ച് വൈക്കത്തെന്ന് പറഞ്ഞു, കഴിഞ്ഞ കൊയ്ത്തിന്റെ കാശ് പോലും കിട്ടിയിട്ടില്ല. നെല്ല് കൊടുത്തിട്ടും കാശ് കൊടുക്കാത്തൊരു ഗവൺമെന്റ്. അതെല്ലാം നമ്മൾ മാറ്റിയെഴുതാൻ പോവുകയാണ്. അങ്ങനെ മാറ്റിയെഴുതപ്പെട്ട ഒരു പുതുയുഗം കേരളത്തിൽ പിറക്കാൻ പോവുകയാണ്. ആ പുതുയുഗം ഐക്യജനാധിപത്യ മുന്നണിയുടെ പുതുയുഗമല്ല, നവകേരളത്തിന്റെ പുതുയുഗം, പുതിയ തലമുറയുടെ, പുതിയ കുട്ടികളുടെ, ചെറുപ്പക്കാരുടെ പുതുയുഗം. ആ പുതുയുഗം കെട്ടിപ്പടുക്കാനുള്ള പടയോട്ടത്തിന്റെ തുടക്കമാണ് ഇവിടെ നിന്ന് നാം ആരംഭിക്കുന്നത്. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന യോഗത്തെ CMPക്ക് വേണ്ടി അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട നേതാക്കളെ, ഒന്ന് ആ എല്ലാവരും നേതാക്കളാണ്. ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാവരും, പിറകിൽ നല്ല ഒരുപാട് ചെയറുണ്ട്. ഒന്ന് സഹകരിക്കണം, ഒന്ന് സേവാദൾമാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ UDFന്റെ പരിപാടിയിൽ സംസ്ഥാനത്തൊട്ടാകെയുള്ള MLAമാർ, MP മാർ, ഘടക പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ, KPCCയുടെ ഭാരവാഹികൾ, ഘടക പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുണ്ട്. അതൊഴികെയുള്ള മുഴുവൻ നേതാക്കളും ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടി അവരോട് കൂടി ഒന്ന് അറിയിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, പാർലമെന്റിനകത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടി ശ്രീ രാഹുൽജിയോടൊപ്പം പോരാട്ടം നടത്തുന്ന UDFന്റെ സമുന്നതനായ നേതാവ്